മഹാന്മാർ ഇരുന്ന സ്ഥലങ്ങൾ, അവർ താമസിച്ച നാടുകൾ, അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമികൾ, വിശുദ്ധ ഇസ്ലാം അതിന് വലിയ ബഹുമാനം കൽപ്പിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ആ ബഹുമാനം സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഈമാനുള്ളവരാണെങ്കിൽ ആ സ്ഥലങ്ങളുടെ ബഹുമാനങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും. ഈമാനില്ലാത്തവർക്ക് എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയാണ്, എല്ലാ വ്യക്തികളും ഒരുപോലെയാണ്, എല്ലാ സമയങ്ങളും ഒരുപോലെയാണ്, എല്ലാ വസ്തുക്കളും ഒരുപോലെയാണ്. ഈമാനില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ. എല്ലാവരും ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളല്ലേ, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുപോലെ ആയിട്ടല്ല പഠിപ്പിച്ചത്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ തിൽക്കർ റുസുലു എന്ന ഒരു ജുസ്ഇന്റെ പേര് നമ്മളൊക്കെ പറയാറുണ്ട്. തിൽക്കർ റുസുൽ മൂന്നാമത്തെ ജുസ്ആണ്. ആ ഒരൊറ്റ ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹ്. മുർസലുകൾ 313 മുർസലുകൾ എല്ലാവരും ഒരുപോലെയല്ല. ഫളൽനാ ബഅദഹും അലാ ബഅദ്, ചിലർക്ക് ചിലരേക്കാൾ നാം മഹത്വം നൽകിയിട്ടുണ്ട്. ആ മഹത്വം നൽകിയവരിൽ വലിയ സ്റ്റേജുള്ള ആളുകളാണ് മിൻഹും മൻ കല്ലമല്ലാഹ്, അല്ലാഹുവിനോട് സംവദിച്ച മഹാന്മാർ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള, അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള മഹാന്മാർ, അവർക്ക് മുർസലുകളിൽ വലിയ ബഹുമാനം ഉണ്ട്. അമ്പിയാക്കളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ മുർസലുകളാണ്. മുർസലുകളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ ഉലുൽ അസ്ം എന്നറിയപ്പെടുന്ന 5 മഹാന്മാരാണ്. ആ മഹാന്മാരിൽ വലിയ മഹത്വമുള്ള, എല്ലാ അർത്ഥത്തിലും മഹത്വം പൂർണ്ണമായി അല്ലാഹു നൽകിയ വലിയ മഹാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ അതിൽപ്പെട്ട മഹാന്മാരാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം, സയ്യിദുന നൂഹ് അലൈഹിസ്സലാം, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുന മൂസ അലൈഹിസ്സലാം, സയ്യിദുന ഈസ അലൈഹിസ്സലാം. അവർക്കുള്ള ബഹുമാനം പോലെയല്ല ബാക്കിയുള്ള മുർസലുകൾക്കുള്ള ബഹുമാനം.